അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു, നാളെ കൊടി കയറുന്നതിന് മുമ്പ് ഇവർ എഴുന്നേക്കണം. അതുപോലെ തന്നെ സംഭവിച്ചു. നാലാമത്തെ ദിവസം കൊടി കയറുന്നു. തൊട്ട് മുമ്പ് രണ്ടാമത്തെ അനിയൻ വിളിച്ച് പറഞ്ഞ്, അതെ അവൻ എഴുന്നേറ്റ്. ഡോക്ടർ വിളിച്ച് പറഞ്ഞത് ഇതൊരു അത്ഭുത മനുഷ്യനാണല്ലോ എന്ന്. ഈ വശം ഒടിഞ്ഞു കിടക്കുന്ന ആളുടെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞതാ, ഇത് പരിശുദ്ധ അമ്മ ഇടപെട്ട് തന്നെ. ഡോക്ടർ ഈപ്പൻ മാത്യു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു, ഇത് ചേട്ടാ ഇത് വേഗം ക്യൂറാകും, ഇത് കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥന ഇരിക്കും, ഇത് എങ്ങനെയാണെന്ന് വരും. പക്ഷേ ഇവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാനൊന്ന് വേഗത്തിൽ പറഞ്ഞോളാം. അപ്പനെ അമ്മനെ നോക്കുന്നതിൽ വളരെ മുൻകൈയെടുത്തൊരു വ്യക്തിയാണ്. പ്രായമുള്ളവരാണെങ്കിലും ജോലിക്ക് പോകും, വൈകുന്നേരം വന്ന് അവർ ശുശ്രൂഷിക്കുക ഇതൊക്കെ ചെയ്യുന്ന ആളെങ്കിലും പുള്ളിക്കാരൻ അതൊക്കെ ചെയ്തിട്ടേ വീട്ടിൽ വരാറുള്ളൂ. അതുപോലെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ട അവൻ ജോലിക്കും പോകത്തില്ലായിരുന്നു. എനിക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ കൃപയാണ്. ആ